ഇന്ന് നമ്മുടെ കൂടെയുള്ളൊരു ഒമാനി ഓപ്പറേറ്റർ ഉണ്ട്. പുള്ളിയുടെ അടുത്താണ് കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത്. പുള്ളി പറഞ്ഞ് ആൾക്കാർ ഭയങ്കര തിരക്കാണ് കടയിൽ. പുള്ളിയാണ് എൻ്റെ ബേക്കറിയുടെ ഓണറാണ് പുള്ളി. ഇന്ന് 12 മണിയാവും, ഇവിടുത്തെ 12 മണിയാവും കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് ലേറ്റാവുമെങ്കിൽ നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. നമ്മൾ 2 പേരെ തന്നെ കഴിക്കണത് കേക്ക്. അവരും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 3 പേരായിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഇപ്പം എന്തരാണെന്നൊരു പിടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് 1-ാം തീയതി കഴിയും. ഹാപ്പി ന്യൂ ഇയറൊക്കെ പറഞ്ഞ് കഴിഞ്ഞായിരുന്നു. എന്നാലും മനസ്സിലായില്ലേ, അതാണ്. എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ വരുമ്പം ന്യൂ ഇയർ കഴിഞ്ഞ് ഏകദേശം 1-ാം തീയതി വൈകുന്നേരം അടുപ്പിച്ചാവും. അപ്പം എൻ്റെ ഡ്യൂട്ടി ഇന്ന് ചേഞ്ച് ആവും. അപ്പോൾ രാവിലെ ഞാൻ തന്നെ നിൽക്കേണ്ടി വരും. ഉറക്കപ്പിച്ച് നിൽക്കും. നാളെ പിന്നെ അവർ വരൂലെന്ന് പറഞ്ഞു. ന്യൂ ഇയർ അടിച്ച് പൊളിക്കണേ. അവരൊക്കെ അടിച്ച് പൊളിക്കുകയല്ലേ. നമുക്ക് ഇവിടെ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ. അവരൊക്കെ വീട് ഇവിടേക്കുള്ള അടുത്തുള്ള തന്നെ. പുള്ളി ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ട് തന്നെ. ഇനി പോയി ഒന്ന് എല്ലായിടവും ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് ഒന്നും കൂടി നോക്കി 12 മണിയാകുമ്പം വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 11:45 അടുപ്പിച്ചെന്തോ. ജസ്റ്റ് ഒന്നെല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്നും കൂടി അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിലൊന്ന് നോക്കി എന്തൊക്കെ ക്ലോസായി എന്തൊക്കെ ക്ലോസ് ആയില്ല എന്നൊന്ന് നോക്കി തിരിച്ചു കയറണം. അത്ര സംഭവങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് ഈ ചെറിയ പൈപ്പൊക്കെ പൊട്ടിപ്പോയാൽ സെൻസറി വരും. വലുത് പൊട്ടിയ കുറേ വെള്ളം പോകും. ഇത് പൊട്ടണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ബാറുകളുണ്ട്. ഈ വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടി ബുഷ് ടൈപ്പ് ഉണ്ടല്ലോ, റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുന്നത്, അതിൻ്റെ വലുത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് വെള്ളം പോയാൽ. അപ്പോൾ പ്രഷറുണ്ട് പോണത്. പിന്നെ അറിയാമല്ല, ഈ കുറേ നാളിരിക്കുമ്പോൾ എന്തൊരു സാധനമായാലും ഇല്ലാതാവണത്, പഴക്കം കൊണ്ടില്ലാതാവണം, അങ്ങനെ വരുള്ളൂ. അത് പഴക്കം കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പ്രഷറും കൂടി മാറുമ്പോൾ ഈ പെട്ടെന്ന് പ്രഷർ വന്നിട്ട് പെട്ടെന്ന് പ്രഷർ കുറച്ചാല കൂടിയാല, ഈ ലൈനിൽ എന്ന് പറഞ്ഞ പ്രഷർ കുറഞ്ഞാലോ കൂടിയാലോ, അങ്ങനത്തെയൊക്കെ പ്രശ്നം വരുമോ. അതങ്ങനെ കുഴപ്പമില്ല. ഇൻ കേസ് പഴക്കം വന്നിരുന്നിരുന്നിരുന്ന് ഇന്ന ലൈനിലെ പ്രഷർ മാറി വരുമ്പോൾ അങ്ങനെ പറഞ്ഞ വേരിയേഷനിൽ പറഞ്ഞ പ്രശ്നവും അല്ലാതെ വേറെ കുഴപ്പമില്ല. ഇവിടെ ഒന്നും ഇന്ന് കുഴപ്പമില്ല. ഇനി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് അത്ര മിനിറ്റ്, കുറച്ച് നേരത്തെ കേസാണ്. ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ഉള്ളത് ഉണ്ടെങ്കിലാണ് നമുക്ക് ശകലം ഇൻഫോം ചെയ്യാനും വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളെ ജോലിയാണത്. പിന്നെ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് നോക്കുക. മെയിൻലി കൺട്രോൾ ചെയ്യാൻ ഒരു ടീംസ് ഉണ്ട്. നമ്മൾ സെക്കൻഡറിയാണ്. നമുക്ക് നമ്മളെ സ്ഥലവും നമ്മളെ ഇതിൽ നിന്ന് പോണ സബ്ബായിട്ട് പോണ 2-3 സ്ഥലം കൂടി, അതും മെയിൻലി അവർ നോക്കണം. പിന്നെ അത് പോയിട്ട് നമുക്കാണ് ഇൻഫോം ചെയ്യേണ്ടത്. പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ കൊടുക്കും. നമുക്ക് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നോക്കി പറഞ്ഞ് കൊടുത്തിരിക്കും. മനസ്സിലായി? അങ്ങനത്തെ ഇതാണ്, വേറെ കുഴപ്പമില്ല. നമ്മളടുത്ത് അങ്ങനെ പറയൂല. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻലി ജസ്റ്റ് 2-3 സ്ഥലം റിമോട്ടിലായിരുന്നു. അത് 2-3 കൊല്ലം കൊണ്ട് അത് മാനുവലായി. ജസ്റ്റ് അത് മാത്രം നമ്മൾ നോക്കി പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ. ഏകദേശം 11 മണി വരെയുള്ള പേപ്പറാണ് ഇത്. 12 മണി തൊട്ട് സ്റ്റാർട്ടാവുന്ന പേപ്പറാണ്. 12 മണി തൊട്ട് 11 വരെ. അടുത്തതെന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 11 മണി വരെ. അങ്ങനത്തെ ഒരു പേപ്പറാണിത്. ഇപ്പം പേപ്പർ ഫിനിഷ് ചെയ്യാൻ 2 മാസത്തെ ഇതായപ്പോൾ ഇത് നിറയും. 2 മാസത്തെ ഇപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ വരും. 2 മാസം ആകുമ്പം ഇതിന് മുമ്പത്തെ 2 മാസത്തേതാണ്. ഞാൻ അത് സെപ്പറേറ്റ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ 2 മാസത്തേണ്. ഇത് ഏകദേശം 10. ഇത് 10 ഇത് 11-ഉം 12-ഉം ഉണ്ടാ. 11, 6, 11, 25. ഇത്
31/12/25. ഈ ഇവിടുത്തെ ഈ പേപ്പറിനെ എടുത്ത് ഇതിൻ്റെ പുറത്ത് വയ്ക്കും. പിന്നെ ഇതിനെടുത്ത് ഇവിടുത്തേനെടുത്ത് ഇവിടെ വയ്ക്കും. മനസ്സിലായോ? നമുക്ക് ഇൻ കേസ് ഇവിടെ ചെക്കിങ്ങിന് വരും, മിനിസ്ട്രി ചെക്കിങ്ങിന് വരും. അപ്പോൾ അവർക്ക് ഇതിന് മുമ്പത്തെ മാസത്തെ ചോദിക്കും. എന്നാൽ അതെടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് വയ്ക്കുന്നത്. ആ സമയത്ത് കിടന്ന് വെപ്പറളത്തിൽ തപ്പാതിരിക്കുകയാണ്. ബാക്കിയുള്ളത് പിന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ളത് പിന്നെ അവർ തപ്പിയെടുത്തോളും, നമ്മളാവശ്യമില്ല. പിന്നെ അവർ വന്ന് തന്നെ ഇടയിൽ നിന്ന് പേപ്പർ കൈയിട്ട് കിണ്ടി എടുത്ത് നോക്കിക്കോളും. എല്ലാം കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ, നമ്മൾ എഴുതണത് കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് ആട്ടോ ഓഫ് ആവണത് നേരത്തെ പോയിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം ഉണ്ട്. ഇനി നമ്മളതുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് ലീക്കായുണ്ടല്ലോ, ഓവർഫ്ലോ ആയിരുന്നു. അതും കുഴപ്പമില്ല, ഓവർഫ്ലോ ആയതും കുഴപ്പമില്ല. അത് നല്ല കുറച്ച് വെച്ചിട്ടുണ്ട്, അത് നിറയില്ലേ. ഇനി 3:50 ആവുള്ളൂ, അത് മാക്സിമം. അത്രയ്ക്ക് ഇൻലെറ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം രാത്രി പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ നിൽക്കും. ഇപ്പം 400-450 അടുപ്പിച്ച് പുറത്ത് പോകണമായിട്ട് നിൽക്കും. പക്ഷേ ഇത് ഏകദേശം ഒരു 12-11-1 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല കുറയും. 250-200 പോവുള്ളൂ പുറത്തോട്ട്. മനസ്സിലായോ? 400 പറഞ്ഞ് 200 അതിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ഒരു 6 മണിക്ക് ശേഷം ഇത് 400-450 പുറത്തു, അങ്ങനത്തെ ഒരു ലെവലാണ് ട്രിപ്പായി. ഇത് ആട്ടോയിൽ സംഭവം നടക്കണതാണ്. ഇതിപ്പം ഇത് കംപ്ലൈൻ്റ് ആയി, ഇതിൻ്റെ എന്തോ സ്പ്രിങ്ങിന് എന്തോ കംപ്ലൈൻ്റ് ആയി. അല്ലെങ്കിൽ ഇത് വീണ്ടും ഇതൊരു ലെവലിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3.3 ആകുമ്പോൾ എന്തോ ആട്ടോയിൽ സ്റ്റാർട്ടാവണ രീതി. അത് റെഡിയാവണില്ല. ഇനി ഇത് അവർ അവിടെ ചെന്ന് റെഡിയാക്കി ഇടണം. അപ്പോൾ ഇത് വീണ്ടും 4-10 ആകുമ്പോൾ വീണ്ടും ട്രിപ്പാണ്. ഇതുപോലെ ആയിട്ട് അങ്ങനത്തെ ഒരു ടെക്നോളജി കംപ്ലൈൻ്റ് ആയി പോയോണ്ടാണ്. അല്ലെങ്കിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇതും താനേ ആയിക്കോളും. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ താനേ ആയിക്കോളും. ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടിരുന്നാൽ മതി. ഇത് ആട്ടോയിലാണോ കിടക്കുന്നത് അല്ലയോ എന്ന് ജസ്റ്റ് നോക്കി വിട്ടാൽ. മണിക്കുള്ള പേപ്പർ റെഡിയാക്കി ചെക്കിങ് ചെയ്ത് വേറെ കുഴപ്പമില്ല. ഇനിയിപ്പം ചിലപ്പോൾ പുള്ളി കേക്ക് കൊണ്ടുവരും. ഏകദേശം ഇനി എത്ര മിനിറ്റും കൂടെ ഉണ്ട്? അരമണിക്കൂറും കൂടി ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ആ സമയം ഇറങ്ങി പോയാണ്. പുള്ളി ഇനിയിപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കോൾ വിളിച്ചായിരുന്നു. ഏകദേശം 12:10. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ഇന്ത്യനെ പോലെ അല്ലല്ലോ, ടൈം കുറച്ച് ഡിലേ ഉണ്ട്. നാട്ടിലൊക്കെ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് 1.5 മണിക്കൂറായി കാണും. മനസ്സിലായ? ഏകദേശം ഇവിടുത്തെ 10:30 അവിടെ ന്യൂ ഇയറായി. അയ്യോ, എത്തിയില്ല. ഇനിയിപ്പോൾ വരും. ഇപ്പോൾ കോൾ വിളിച്ചേ ഉള്ളൂ, വരാൻ പറഞ്ഞു. ഗേറ്റിൻ്റെ അവിടെ വരാൻ പറഞ്ഞു. സ്റ്റിൽ വെയിറ്റിംഗ് മാൻ. എത്തി. ഗൈസ്, കേക്ക് ഇനി 300 എനിക്ക് കൊടുക്കണം, പുള്ളി സെക്യൂരിറ്റിയും കൊടുക്കണം. അവരൊക്കെ പോയി, അവരൊന്നും കഴിക്കൂല. ഇനി കുറച്ച് സെക്യൂരിറ്റിക്ക് എടുത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പുള്ളിയും കഴിക്കൂല. അവരൊക്കെ നമുക്ക് എന്തൊരു വാങ്ങിച്ചുകൊണ്ടെന്നാലും അവർ നമുക്ക് വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഫസ്റ്റ് പീസ് പുള്ളി കൊടുക്കണം. കഴിക്കുക, ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. കട്ട് ചെയ്ത മുറിച്ച പീസ് കഴിക്കുക, ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പിന്നെ ഇനി അങ്ങും പോകണം. കഴിച്ചിന്ന് ഇനി നേരെ സാധനം എല്ലാം എടുത്ത് വെക്കുകയും ചെയ്തു. ഇനി നേരെ കയറുക ഡ്യൂട്ടിക്ക്. പോയി ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അവിടെ ഇരിക്കുകയാണ്. ചാർജിലിട്ട് ചെറിയൊരു മയക്കം മയങ്ങി 1 മണിക്കൂർ അത് നോക്കിക്കൊണ്ട് ഡ്യൂട്ടിയിൽ നിന്ന് ഷിഫ്റ്റ് ആവുകയല്ല. തലവേദനയ്ക്കില്ല. നല്ല തലവേദനയ്ക്ക്, അതുകൊണ്ട് ചെറിയൊരു ഉറങ്ങി ഏകദേശം ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ ടൈമായി. ഓഫ് ചെയ്തിട്ടും കാര്യമില്ല, ഡ്യൂട്ടി ഇവിടെ തന്നെയാണ്. ഇന്നും കൂടി ഇവിടെ തന്നെയാണ്. അവിടുത്തെ 2 ലൈറ്റ് ഓഫ് ചെയ്യണം, പമ്പ് സ്റ്റേഷനിലെയും പാനലിലെയും. എന്നിട്ട് ഇവിടെ ഇരിക്കുന്നത്
ഒരു 8-8:30 ആകുമ്പോൾ പോയി പല്ലും തേച്ചിട്ട് ഫുഡ് കഴിക്കും. കാരണം 8 മണിക്കൊന്ന് 7-7:30 പമ്പ് ഓൺ ചെയ്യാറുണ്ട്. ഒരെണ്ണവും കൂടി ഓൺ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഒരു കോളും കൂടി വരും. ആ സമയമാകുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നേരം വെളുത്ത് കുടിച്ചിട്ട് വായൊക്കെ കുപ്പിച്ചിട്ട് പല്ലിപ്പ തേക്കാനില്ല, കാര്യമില്ല, ഒന്നും കഴിക്കണില്ല. രാത്രി ആ കേക്കൊക്കെ കഴിച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. പല്ല് തേച്ച ചെറുതായിട്ട് മറ്റേ ബ്രഷ് ഇട്ട് പിടിച്ചങ്ങോട്ട്. ഇത് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഡ്യൂട്ടി. മറ്റേ പുള്ളി ഇതൊന്ന് ഇപ്പം നോക്കാൻ പറഞ്ഞു. രാവിലെ കുറച്ച് നേരത്തേക്ക് തന്നെ നോക്കും. ഇത് പ്രഷർ കയറാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈന് ക്ലോസ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ആയതുകൊണ്ടാണ് ഇത്ര പ്രഷർ പറഞ്ഞത് അവിടെ. എന്നാൽ ഇത് മാത്രമല്ല, വേറൊരു ലൈനും കൂടി ഉണ്ട്. അതാണ് ജബലക്തർ TR1. അതിപ്പോൾ ഓപ്പൺ. അല്ലെങ്കിൽ ഇതും കൂടി കയറുമ്പോൾ ഭയങ്കര പ്രഷർ കയറും. പിന്നെ 2 പമ്പ്. പിന്നെ ഇതിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലാസ്റ്റ് ഇതിലൊരു പമ്പ് അങ്ങ് ഓഫ് ചെയ്യും. ഇതിൽ വെള്ളം പമ്പ് ചെയ്ത് ഓർണം. നോക്കണേണ് നമ്മളെ ജോലി. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങണം. ഇതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് എന്തരാകുമെന്ന് നോക്കിയിട്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് മറ്റേ പുള്ളി വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ അത് സെറ്റാക്കി ഇനി പോയി പല്ല് തേക്കണം. അയ്യോ, പല്ലേക്ക് ഇറങ്ങണം. മുഖമൊക്കെ കഴിയുമ്പോൾ ഫ്രഷ് ആവണം. നല്ല ഉറക്കം വരണം. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനി കൊണ്ട് ഫോണിനെ ചാർജ് ചെയ്യണം. നമുക്ക് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരുന്ന സെക്യൂരിറ്റിയാണത്. അയ്യോ, ഇനി കൊണ്ട് ഫോണിനെ ചാർജ് ചെയ്തിട്ട് ഏകദേശം ടൈമായി 9 o'clock അടുപ്പിച്ചായി. ഫോൺ ഫുൾ ചാർജ് എടുത്തുകൊണ്ട് ഡ്യൂട്ടിയിൽ സ്റ്റില്ലിരിക്കുകയാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഡിജിറ്റൽ ബൈസ് എല്ലാം ട്രൈ ചെയ്യണം. സ്റ്റിൽ ലുക്കിംഗ്. എന്നാലും എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവാറില്ല. ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വ്ളോഗ് പോലെ ചെയ്തിട്ട് പിന്നെ നാട്ടിൽ പോയിട്ട് കുറച്ച് ഗെയിമുകൾ ട്രൈ ചെയ്ത് വീഡിയോ ഇടുക. സിംഗിൾ ഗെയിമല്ല, മൾട്ടിപ്പിൾ ഗെയിം ലൈവായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനത്തെ കോൺസെപ്റ്റ് ആലോചിക്കും. ഇവിടെ നിന്ന് ചെയ്തിടാൻ ഭയങ്കര പാടാണ്. ഈ ജോലി ചെയ്യണ സ്ഥലത്തൊന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്, നോയ്സാണ്. നമുക്ക് അതിൻ്റെ സാധനവും ഇല്ല കയ്യിൽ. എന്നാൽ ഇരിക്കുന്ന റൂമിൽ നിന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നെറ്റ് കറക്റ്റല്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കുക. മേബി ട്രൈ ചെയ്യുന്നു. എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആഗ്രഹം യൂട്യൂബിൽ ഏകദേശം ഒരു 100K സബ് അടിക്കാൻ ഒരാഗ്രഹം. എന്ന് പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്തല്ല, നോർമലി എനിക്ക് ഒരാഗ്രഹം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്തില്ല, ടൈം കുറച്ച് ചെയ്ത് മനസ്സിലായത്.
ഡെയിലി ഓരോ വീഡിയോ ഇട്ട് എന്തായാലും ഒരു കൊല്ലം വരാണെങ്കിൽ ഈ കണ്ടന്റ് അല്ലാതെ വേറെ കിട്ടൂല. മാറ്റി പിടിക്കാനും പറ്റൂല. ഇന്ന് എനിക്ക് ഡെയിലി വീഡിയോ ഇടുകയും വേണം. ഒറ്റൊരു ഫോണേ ഉള്ളൂ, അത് ചാവാറായി ഇപ്പോൾ. ഇപ്പോൾ ഹെവി യൂസാണത്. അല്ലെങ്കിൽ സിംഗിൾ യൂസ് മാത്രമാണ്, ഗെയിം മാത്രം ചില നേരം കളിക്കും വയ്ക്കും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നു, അതിനെ കട്ട് ചെയ്യുന്നു, പിന്നെ എഡിറ്റിങ്ങും വീണ്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. വെറൈറ്റി ട്രൈ ചെയ്യുക. ചിൽ സ്റ്റഡി. വലിയ ചെക്കിങ് വലിയതായിട്ട് ശ്രദ്ധിക്കേണ്ട. മെയിൻ സ്ഥലം മറ്റേ ടീംസ് ഉണ്ടല്ലോ, അവർ നോക്കും. രാവിലെ നമ്മൾ ഔട്ടൊക്കെ നല്ല കൂടുതൽ പോകും. ഇൻലെറ്റ് അത്ര വരെയില്ല. എന്നാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻലെറ്റ് പിന്നെ അവിടെ നിന്ന് കയറുള്ളൂ. നമ്മളെ ലെവലൊന്ന് ഡൗൺ ആവണ വരെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. എന്നാലും നോക്കണ്ടെന്നല്ല, നോക്കണം. അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ അതനുസരിച്ച് നോക്കിയാൽ മതി. ഇനി ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റാവണം. അത് തന്നെ. എന്നാൽ ഞാൻ ഉച്ചയ്ക്കുള്ളതൊന്നും വെച്ചുമില്ല. ഇന്നലെ ഉച്ചയ്ക്കുള്ളത് വയ്ക്കാൻ മറന്നുപോയി. ഇപ്പോഴും പുറത്തിരിക്കുക. അവിടെ നിന്നൊക്കെ വന്ന് ഫോൺ വീണ്ടും ഫുൾ ചാർജ് ആക്കിക്കൊണ്ട് വീണ്ടും പോവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നാ ചെയ്യാനാ? ഡ്യൂട്ടി ആയില്ലേ രാവിലെ? എന്നാ അടിപൊളിയായിട്ട് പോണ്. ഫുഡ് കഴിച്ചില്ല. ഇന്നലത്തെ എൻ്റെ ബാക്കിയിരുന്ന കേക്ക് കഴിച്ച് ശകലം. ഇനി ശകലവും കൂടി ഉണ്ട്. അതൊരു 12, 1 മണിക്കാണ് കഴിക്കുക. അയ്യോ, ഇനി നേരെ പോവുക, ചെക്ക് ചെയ്യുക. വേറെ ഒന്നും ചെക്ക് ചെയ്യില്ല. ഇനി ഒരു കോള് വിളിക്കാനേ ഉള്ളൂ. അത് മിക്കവാറും 2 മണി 3 മണിക്ക് ആയിരിക്കണം. മനേരോ ട്രിപ്പൊന്ന് മാറ്റാൻ വേണ്ടി, അത്ര തന്നെ ഉള്ളൂ. വല്ലതും കഴിക്കണം. സ്റ്റിൽ ഡ്യൂട്ടിയില്ല. ഏകദേശം 1:15 അടുപ്പിച്ച്. വിശക്കണം, നല്ല വിശക്കണം. വല്ലതും പോയി കഴിക്കണം. അങ്ങനെ പ്ലാൻ. എന്നാ എന്ത് ചെയ്യാനാ? എന്നാ ഇന്നലെ ഫുഡ് വയ്ക്കാനും മറന്നുപോയി. ഞാൻ വെച്ചെന്ന് വിചാരിച്ചതാ. അയ്യോ, ഇനി വേറെ ഒന്നുമില്ല. മുട്ട അവിച്ചോ അല്ലെങ്കിൽ കേക്ക് കഴിച്ചോ വയറ് വേയിപ്പിക്കുക. പയറൊക്കെ ഇന്ന് വൈകിട്ട് കൂര ഇടണം ഡ്യൂട്ടി തിന്നതിന് ശേഷം. കണ്ണൊക്കെ നല്ല ഉറക്കം പറഞ്ഞു. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അയ്യോ, ഇനി നേരെ പോവുക, കുറച്ച് വെള്ളം എടുത്ത് കഴിക്കുക, ഫോൺ ചാർജ് ഇടുക, ഫുള്ളാകുക, എടുത്തുകൊണ്ട് വരിക. ഇനി ഇപ്പോഴൊന്നും ചെക്കിങ് റൗണ്ടിങ് ഒന്നുമില്ല. ഇനി ഒരു 5 മണിക്ക് അടിച്ചിക്കുക, കുഴപ്പമില്ല. 5 മണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കാരണം നമ്മളെല്ലാം അങ്ങനെ പോവും. ഫുഡെന്ന് പറഞ്ഞാൽ കേക്കും ഇനി കുറച്ചും കൂടി ഉണ്ട്. കേക്ക് കടലയും കഴിച്ച്. ഇനി കുറച്ച് നേരം കൂടി റൂമിൽ ഇരുന്ന് ഫോണും ഒന്ന് ഫുൾ ചാർജ് ആക്കിയിട്ട് പോകണം. അതെടുത്തില്ല കേക്ക്. ഇന്നത്തെ വീഡിയോ ഫുള്ള് കേക്ക് തന്നെയായിരിക്കും. അയ്യോ, എന്നാ പറയാനാ. ഫോണിലും ചാർജില്ല, 35 ഉള്ളൂ. ഇന്ന് പിന്നെ ഫ്രീ ഫയറിൻ്റെ പുതിയ റാങ്ക് സീസണാണ്. ഇനി ഒന്നും അതും കളിക്കണമെന്നുണ്ട്. വർക്കിരിക്കുക. ഏകദേശം 3 മണി അടുപ്പിച്ച്.
സ്റ്റില്ല് ഇവിടെ നിന്ന് ഇറങ്ങി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. നല്ല ഉറക്കം പറഞ്ഞു. കണ്ണൊക്കെ നല്ല അടഞ്ഞുകൊണ്ട് പോകും. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റില്ല, ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതെല്ലാം. ഇനി കോൾ വന്നാൽ മാത്രം ഉള്ളതേ ഉള്ളൂ. ബാക്കി സൈഫ ഇപ്പോൾ ഉള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ തൊട്ട് വീഡിയോ എടുത്ത് കേൾക്കാം. താഴെ ഇറങ്ങുക നാളെ എടുക്കുക. ഇന്ന് എടുക്കേണ്ട ഒരു സാഹചര്യമില്ല. ഫോണും പിടിച്ച് അവിടെ ഇറങ്ങേണ്ട ഒരു മൈൻഡില്ല. മനസ്സിലായ? കണ്ണും തലയൊക്കെ കറങ്ങണിരുന്ന്. ഇത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇത് വീണ് പൊട്ടിയാൽ പിന്നെ പൈസ ഇല്ല കയ്യിൽ. എന്ത് ചെയ്യാനാ? ഇനി ഒന്നെല്ലാം സെറ്റ് ചെയ്ത് ഫോണും ഒന്ന് ചാർജ് ഇട്ട് ചെടിക്കും വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കണം. എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങണം. സ്ഥലമൊക്കെ ഉണങ്ങി ചുക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് വിട്ടേക്കും. ഫുള്ളൊന്നും വെള്ളം നനച്ച് വിടണം. വെള്ളം നനച്ച് വിട്ടിട്ട് കുളിച്ച് ഒന്ന് ഫ്രഷാണ്. കണ്ണൊക്കെ നല്ല വേദനിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചു വിട്ട് ഫുള്ളൊന്ന് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എല്ലായിടവും നനച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക, ലൈറ്റെല്ലാം ഓണാക്കി ഇടുക. പിന്നെ അവരടുത്ത് കോൾ വിളിച്ച് പറയാനുമുണ്ട്, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ. ബാക്കി എല്ലായിടവും ഒന്നും ജസ്റ്റ് ഓൺലൈനിലായിട്ട് നോക്കാനുമുണ്ട്. ഞാൻ പറഞ്ഞതിന് മുമ്പ് ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലോറിനേഷനും അവിടെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുളിക്കാൻ പറഞ്ഞതിന് മുമ്പ് ജസ്റ്റ് ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ട്. കാരണം യൂണിഫോം ചേഞ്ച് ആക്കിയായിരുന്നല്ലോ, അതുകൊണ്ട് ചെക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ലൈറ്റ് ഓൺ ആകും, അത് തന്നെ. പിന്നെ കമ്പ്യൂട്ടർ ബേസിൽ ചെക്കും ചെയ്യും. പുറത്ത് വെളിച്ചമുണ്ട്, ആകെ ഇരുണ്ടാണ് കിടക്കണം. എന്താ ചെല്ലുക, ലൈറ്റൊക്കെ ഓണാക്കി ഇടുക, അത്രയാണ്. ഓവറായി. ഇനി ഫുഡുണ്ടായി കഴിക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. ഫോണ് എഡിറ്റ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. പിന്നെ പോയി കിടന്നുറങ്ങണം. നല്ല ഉറക്കം പറഞ്ഞു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടാണോ ഉറങ്ങാൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സൗണ്ടൊന്നും എടുക്കാൻ വയ്യ.